അഫിയാണത്. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ് പറഞ്ഞില്ല. എന്താ? അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇന്ന് എന്താ പറയുക, ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗായിരിക്കും. ആക്ച്വലി ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇന്നത്തെ ക്രിസ്മസിന് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ല. കാരണം അറിയാമല്ലോ, ഇപ്രാവശ്യം എല്ലാം കൊറോണ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഇവിടെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആഘോഷമാണ് ആലപ്പുഴയിൽ. ആലപ്പുഴ എല്ലാ പ്രാവശ്യം അങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ മുല്ലക്കൽ ചെറുപ്പ്, ഞാൻ മുല്ലക്കൽ ചെറുപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഇന്ന് 10ാം ചെറുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഭയങ്കര ആഘോഷമായിരിക്കും. അതുപോലെ നമുക്ക് ബീച്ച് ഫെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഫുള്ള് സെലിബ്രേഷൻ്റെ ടൈം ആയിരിക്കും കേട്ടോ ഇത്. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഇല്ല. മുല്ലക്കൽ ചെറുപ്പൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ചെറിയ അമ്പലത്തിലെ ചെറിയ ഉത്സവമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് വലിയ ആലപ്പുഴക്കാരെല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യണ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ ഇപ്രാവശ്യം അത്ര മാത്രമൊന്നും ഇല്ല, സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്രിസ്മസ് ഇങ്ങനെയൊക്കെ തന്നെ പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആള് ഇവിടെ അടുത്താണ്, അമ്പലപ്പുഴയിലാണുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് എനിക്കിങ്ങനെ അങ്ങോട്ട് വരട്ടെ, ഈ വായ കാണണം, ആളുടെ മോൾക്ക് ഈ വായ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരും എന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യാം. ഇന്ന് നമ്മുടെ ഒരു ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പം ഉച്ച ആവാറായിട്ടുണ്ട്. രാവിലെ ഒന്നും നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവേ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് കേക്ക് കിട്ടിയപ്പോൾ ക്രിസ്മസ് കേക്ക് എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ലാണ്ട് ഒരു കുഞ്ഞുണ്ടാപ്പി കേക്കാണ് പപ്പ മേടിച്ചോണ്ട് വെച്ചിരുന്ന കേട്ടോ ഇവിടെ. അപ്പം ഞാൻ ക്രിസ്മസ് അല്ല, അപ്പം ഇന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെച്ചേക്കാം. വേറെ ഉള്ളതൊക്കെ ഞങ്ങൾ കഴിച്ച് ഇപ്പം ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ള കേട്ടോ. അതാ ഇവ കട്ട് ചെയ്യാൻ പോവാണേ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. ഹാപ്പി ന്യൂ ഇയർ ഇപ്പോഴേ പാടണം. ഇവിടെ ഒരാളെ കേക്ക് കട്ട് ചെയ്തിട്ട് തങ്ങിയത് നിന്ന്. ഇവാ ഞങ്ങൾക്കൊന്നും ഇല്ലേ? അയ്യോ, താങ്ക് യു. മെരി ക്രിസ്മസ്. വായി വെച്ചതാ. താങ്ക് യു. നീതിക്കോട് നീതിക്കോട്. അങ്ങനെല്ലാം മുറിക്കണ്ട. സച്ചുവിന്റെ കല്യാണം കേട്ടോ. സച്ചു താ മൈലാഞ്ചി ഇട്ട് പഠിക്കാനാണ്. ആർക്കെങ്കിലൊക്കെ മെഹന്തി ഇടണമെങ്കിൽ അല്ലെ, ബ്രൈഡൽ മെഹന്തി ഒക്കെ വേണമെങ്കിൽ സച്ചുവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. സച്ചു ആ നല്ല അടിപൊളിയായിട്ടൊക്കെ മെഹന്തി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സച്ചുവിനെ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്തോ, സുഹൈന നൂർദീൻ. അടിപൊളിയായി. ഇവിടെ പല്ലിന്റെ കാര്യത്തിൽ തീരുമാനമായി. പോയി കിടക്കല്ലേ? അയ്യോ, ഇതൊക്കെ തന്നേച്ച്. അതൊന്നും വേണ്ട കൊച്ചിനി അല്ലേ? ചോക്ലേറ്റ് മതി അല്ലേ? താങ്ക് യു പറഞ്ഞോ? ഇത് തന്നില്ലേ? ഇത് വേണോ? നാണം ഉണ്ടാവണോ തനിക്ക്? കിട്ടിയ താങ്ക് യു പറഞ്ഞോ? താങ്ക് യു പറഞ്ഞോ? പറ പറ. താങ്ക് യു. എന്താണിവ? അയ്യോ, വലിച്ചു പറിക്കാണേ. പൊളിച്ചു തരാനാ? അയ്യോ, ഇവാന്റെ ഫോട്ടോയുള്ള കപ്പാണ് പാല് കുടിക്കാൻ. എന്നാ കപ്പ? ലിറ്റിൽ ഫിംഗർ.
അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു, ആള് വരാൻ ലേറ്റ് ആയി. ഇപ്പൊ ഓൾമോസ്റ്റ് വൈകുന്നേരമായി. എന്താണ് അപ്പൊ അഷ്ന എന്നാട്ടോ പേര്, അഷ്ന ബിലാൽ. ആള് ഭയങ്കര നോക്കിയേ ഭയങ്കര അടിപൊളിയായിട്ടോ വന്നേക്കണേ. എന്തൊക്കെയോ ഭയങ്കര ചാനലിലൊക്കെ വരില്ലേ. അതെ, ഞാനിവിടെ നല്ല കൂറക്കോലത്തിൽ നിൽപ്പുണ്ട്, ആളാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ പിള്ളേർ രണ്ടും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവാക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നത്. അവിടെ കാണിച്ചു തരാം. ഇതാ നോക്കിയേ, നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പില് എന്റെ ഇവാടേയും കൂടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അഫിയുടെ ഫോട്ടോ ഇല്ല. ആക്ച്വലി ഞാൻ അഫിക്കാന്റെ ഫോട്ടോയും കൂടെ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അഫിയുടെ ഫോട്ടോയുടെ ആവശ്യമൊന്നുമില്ല, അഫി നമ്മുടെ കൂടെ ഇല്ലല്ലോ. അപ്പൊ അഫിയോടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ രണ്ടാളുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. മൈ ലൈഫ് ട്യൂബിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് ശരിക്കും ഇവാക്കാണ് കേട്ടോ, എനിക്കൊന്നല്ല. ഇപ്പൊ ആർക്കും എന്നെയൊന്നും വേണ്ട, എല്ലാവർക്കും ഇവായ മതി കേട്ടോ. ഇവ മിഠായി ചോക്ലേറ്റ് കൊണ്ടുവന്ന ഉടനെ കണ്ട പണി തട്ടിപ്പറിച്ചിട്ട് ഒറ്റ ഓട്ടം. താങ്ക് യു ഇല്ല, ഒന്നുമില്ല. അപ്പൊ അഷ്നാക്ക്, അഷ്നാണോ ആഷ്നാക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ, ആളിപ്പൊ തുടങ്ങിയുള്ളു. കുഞ്ഞു ചാനലാണ്, തുടങ്ങിയിട്ട് 1 മാസം എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പൊ എല്ലാരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൊടുക്കാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാരും കയറി നോക്കുക, ചെക്ക് ചെയ്യുക. എന്തൊക്കെയാ ചെയ്യണം, വ്ളോഗൊക്കെ ആട്ടോ. വ്ളോഗും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ആളൊരു വളർന്നു വരുന്ന കലാകാരിയാണ്. സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചൊരു ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വെച്ചിരിക്കട്ടെ. അവയുടെ പാവാടയൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്കേർട്ട്. ഇവാക്ക് വേണേ? ഇവാ ഇവാക്ക് കൊടുക്കോ മമ്മി? പേരെന്താ? പേര് പറഞ്ഞേ. അമ്മയുടെ വാവ എവിടെ? അമ്മയുടെ ബേബി എന്തി ഉപ്പിയായിട്ട് വരും. ഭയങ്കര കളിയാണ്. ഞങ്ങൾ പോട്ടെ, ഇത് കളിച്ചോട്ടെ. അവള് കളിച്ചോട്ടെ. അന്നാ നിങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോ, ഞാൻ പോയിക്കോട്ടെ. ഇവിടെ നോക്കിക്കോളോ? നോക്കിക്കോളാം. ഇനി എപ്പോ വരും? അതിന് വരെ ഇൻഷാല്ല ഇവിടൊക്കെ തന്നെയല്ലേ. ഇപ്പൊ കണ്ടുപിടിച്ചല്ലേ, ഇനിയിപ്പോ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ എന്റെ ബ്രദറുമായിട്ട് വന്ന, അവൻ ഇവിടെ കൊറേ നേരമായിട്ട് അവന്റെ ക്ഷമ കെട്ടിട്ട് അവൻ വിളിക്കുന്നുണ്ട്. ഹലോ, ആക്ച്വലി ഇന്നിപ്പോൾ ക്രിസ്മസ് അല്ല കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കോട്ടയത്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാനുണ്ടായില്ല. സോ ഇന്നിപ്പോൾ ഞങ്ങളിതാ ഒന്ന് ബീച്ചിൽ പോകാൻ പോവാണ്. അതായത് നമ്മുടെ ആലപ്പുഴ ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ബീച്ചിൽ പോവാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 8 മാസത്തിലും മേലെ എന്തായിട്ടാണ് ബീച്ചൊക്കെ ക്ലോസ്ഡ് ആയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ബീച്ചിൽ പോകാമെന്ന് ഓർക്കാണ്. അവിടെ പാർക്ക് ഓപ്പൺ ആണെങ്കിൽ പാർക്കിലും കൂടെ ഒന്ന് കയറണം. സോ ഞങ്ങളിതാ റെഡിയായി. ഇവായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം റെഡി ആയോ? സൈക്കിൾ, ഇവാട് സൈക്കിൾ കണ്ടോ? നമ്മളെവിടെ പോവാ? പാർക്കി പോവാണോ? ഇവ ഭയങ്കര ത്രില്ഡ് ആയിട്ടിരിക്കാണ് കേട്ടോ. ഇവ കൊറേ ആയിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ. അഫിയാണോ അത്? ആര് വിളിക്കണേ? അഫി അവിടെ ഉണ്ടോ? പാർക്കിലുണ്ടോ അഫി? അയ്യോ, നിന്റെ ഫോണാണോ അത്? അവരുടെ പേര് ലിറ്റിൽ സിംഗാൻ ഇഷ്ടാണോ? എത്ര ഇഷ്ടാണ്? 1 2 3 4 5 6 7 8 9 10 11 12 18 ഇഷ്ടാണോ? അയ്യടാ, ഇവ കുട്ടിന് വലുതായിട്ട് ആരാവണം? അയ്യോ, ഫോൺ വിളിക്കണേ. ആര് വിളിക്കണേ? അഫിയാണോ? ഈ അഫി എപ്പോഴും വിളിച്ചോണ്ടിരിക്കുവോ ഇങ്ങനെ? ഹലോ, ഇപ്പം അഫി ഇവിടെ ബോട്ടിലാണ് ബാക്കിയിലാണ് ബാക്കിയില്ല. ഇപ്പം
എന്താ അവിടെ പോയെന്ന് വർത്താനം പറയണേ? റേഞ്ച് എല്ലാം അവിടെയാണോ? ഇവിടെ വരുന്നില്ല. ഇപ്പൊ വരാം, രാവിലെ വരാം. ഇപ്പൊ ഒഴിഞ്ഞിട്ടുണ്ട്. വരാം വരാം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ ബീച്ചില്ലാത്തതുകൊണ്ടായിരിക്കാം ഫുള്ള് ക്രൗഡഡാണ് കേട്ടോ. അത് കൂടുതൽ ആളുകളും നമ്മുടെ കടൽ കാണാൻ വേണ്ടിയിട്ട് കടലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ദാ ഇവ ഇവിടെ കിടന്ന് ഓടിക്കളിയാണ്. ഇവ കുറേ ആയിട്ട് ഓടാൻ നിൽക്കണോണ്ട് ദാ ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിനി കുറച്ച് നേരം ദാ ഈ ഒരു കടൽക്കാറ്റ് എൻജോയ് ചെയ്യട്ടെ. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ വന്നപ്പോൾ സൂര്യൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കടൽ കണ്ടിട്ട് വരാം കേട്ടോ. ബീച്ചിൽ വന്നിട്ട് എങ്ങനെ കടൽ കാണാണ്ടോ. ഉമ്മച്ചി ഇവിടെ ഭയങ്കര കളിയിലാണ്. ഉമ്മച്ചി വയസ്സ് 19 ആവാറായി. കളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇവ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവ കുറേ ബോളൊക്കെ തട്ടി കളിച്ചിട്ടാ. ഇവ അല്ല ഉമ്മച്ചി കണ്ടിട്ടാ. ഉമ്മച്ചി പഴയ ഫുട്ബോൾ താരാണെന്ന് ആണോ ഉമ്മച്ചി? ഇവക്ക് കളിക്കാനാണേലും കൂട്ടുകാരില്ലല്ലോ, അതുകൊണ്ട് ഉമ്മച്ചി ആട്ടോ ഇവാടെ കൂടെ കളിക്കാനും കൂട്ടുകാരി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഇനി കുറേ നേരമായി, ഇപ്പോൾ 7-7:30 ആവാറായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. Okay.